Good morning students. Welcome to Malayalam class Standard 6. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കൊച്ചു വനദേവതയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന പാഠമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ പഠിച്ചത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കഥയിൽ ഒരു കൊച്ചു വനദേവതയുടെ കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കഥയിൽ ഈ കൊച്ചു വനദേവത ഭൂമിയിലേക്ക് വരികയാണ്. അപ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ കാണുകയും അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ഈ കഥയിലൂടെ പഠിക്കുന്നത്. ഓക്കെ, എല്ലാവരും പുസ്തകം എടുത്തേ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ കൊച്ചു വനദേവത ഭൂമിയിലുള്ള കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പം നമ്മുടെ ഈ വനദേവതമാർ എന്തെങ്കിലും ദുഃഖം കണ്ട് കരഞ്ഞു പോയാൽ അവരുടെ ചിറകുകളെല്ലാം നഷ്ടപ്പെട്ടു പോകും, അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. നിരത്തുവക്കുകളിൽ പിച്ചക്കാരും മഹാരോഗികളും കിടന്ന് നിലവിളിക്കുന്നു. കൈകാലുകൾ മുറിഞ്ഞവർ, കണ്ണില്ലാത്തവർ, നാറുന്ന പുണ്ണ് പിടിച്ചവർ, ഇവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. വനദേവതമാർ അവിടെ നിന്നും പറന്ന് കറുത്ത മനുഷ്യരുടെ നാട്, വെളുത്ത മനുഷ്യരുടെ നാട്, തീ പോലെ ചൂടും മഞ്ഞിനേക്കാൾ തണുപ്പുള്ള രാജ്യങ്ങൾ എല്ലാം കണ്ട് ഒരിടത്ത് കുറേ വലിയ മനുഷ്യർ ഇരുന്ന് സമാധാനത്തെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ഒരൊറ്റ പൊട്ടിക്കലിന് ഭൂഗോളം തന്നെ തകർന്നു കളയാവുന്ന ആയുധങ്ങൾ അവരുടെ കയ്യിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓങ്ങിക്കൊണ്ട് ചിരിച്ചുകൊണ്ടാണ് സംസാരം. മറ്റൊരിടത്തെ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചു വനദേവത യുദ്ധത്തെപ്പറ്റി കേട്ടിട്ട് പോലുമില്ലായിരുന്നു. വനദേവതമാരുടെ രാജ്യത്ത് യുദ്ധമില്ലല്ലോ. ഒരു കുറ്റവും ചെയ്യാത്ത പാവപ്പെട്ട മനുഷ്യരെ അവരെ പോലുള്ള പാവപ്പെട്ട മനുഷ്യർ വെട്ടിയും വെടിവെച്ചും കൊല്ലുന്നു. ചോര കൊണ്ട് ഭൂമിയും പുക കൊണ്ട് ആകാശവും മൂടിയിരിക്കുന്നു. വനദേവതമാരെ തൊട്ടുരുമിക്കൊണ്ട് ഭയങ്കര ശബ്ദത്തിൽ കുറേ വിമാനങ്ങൾ കടന്നുപോയി. അവയുടെ ചിറകുകളൊക്കെ ഇരുമ്പും ഉരുക്കുമാണ്. വനദേവതമാരുടെ തൂവൽ നേർത്ത വെള്ളമേഘം പോലെയാണല്ലോ. അവർ പറക്കുന്നതിന് താഴെ ശാന്തിയും സമാധാനവും ഉണ്ടാകും. പക്ഷേ ഈ വിമാനങ്ങൾ പോകുന്നതിന് കീഴിലെല്ലാം പൊട്ടിത്തെറിച്ച് പുകഞ്ഞ് ചൂട് കാടാകുന്നു. കൊച്ചു വനദേവതയ്ക്ക് കരച്ചിൽ വന്നെങ്കിലും കരഞ്ഞില്ല. അവൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് ചോദിച്ചു, ഇത് കണ്ടില്ലേ? അപ്പം കൊച്ചു വനദേവത ഇതൊന്നും കണ്ടിട്ട് അവർക്ക് സങ്കടം സഹിക്കാൻ വയ്യല്ലേ, പക്ഷെ എന്നാലും കരഞ്ഞില്ല, അല്ലേ? ഓക്കെ, അപ്പോൾ കണ്ണ് തിരുമ്മിക്കൊണ്ട് എന്താ ചോദിച്ചാന്ന് നോക്കിയേ. ഈ മനുഷ്യർക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. എന്തിനാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത്? ഇവിടെ പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളില്ലേ? ഒഴുകുന്ന നീർച്ചോലകളില്ലേ? സ്നേഹിക്കുന്ന അമ്മമാരും കുഞ്ഞുങ്ങളും ഇല്ലേ? ഇപ്പം ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ മേളിൽ. അതുപോലെ തന്നെ എന്താണ് ഈ കൊച്ചു വനദേവത ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ഭയങ്കര വിഷമമാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുന്ന എന്താണ്? ഭൂമിയിലെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അതിന് കാരണമാകുന്ന ദാരിദ്ര്യവും, അല്ലേ? ദുഃഖവും എല്ലാം ഈ കഥാകൃത്ത് ഈ കഥയിലൂടെ വിവരിക്കുന്നുണ്ട്. ഓക്കെ, മുതിർന്നവർ പറഞ്ഞു, മടയി, ഭൂമിയിൽ പഴങ്ങൾക്കും പാട്ടുകൾക്കും അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നും വിലയില്ല. മനുഷ്യരെ തന്നെ വിലയില്ല മനുഷ്യന്. അവിടെ രാജ്യങ്ങളുണ്ട്, മതങ്ങളും ജാതിയും കക്ഷികളുമൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയുന്നു, കൊല്ലുവിൻ, അവർ അങ്ങനെ നശിക്കുന്നു. കൊച്ചു വനദേവതയ്ക്ക് വല്ലാത്ത അനുകമ്പ തോന്നി, അതിലധികവും സങ്കടവും. അവൾക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ അറിവില്ലാത്ത ആ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ ചെന്ന് വിലക്കുമായിരുന്നു. നിർത്തുവിൻ, അമ്മമാരും കുഞ്ഞുങ്ങളും ആമ്പൽ പൊയ്കകളും ചെമ്പനിനീർ പൂവുകളും നീർച്ചോലകളും നീലമരങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ചോരയും പുകയും നിറയ്ക്കാതിരിക്കുവിൻ. സ്നേഹമാണ് സുഖം, സ്നേഹമാണ് ജീവിതം, അത് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ കൊച്ചു വനദേവതയ്ക്ക് പറയാൻ കഴിയുമായിരുന്നെങ്കിൽ കൊച്ചു വനദേവത ഇങ്ങനെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ. പക്ഷേ മുതിർന്നവർ അവിടെ നിന്നും അവളെ കൊണ്ടുപോയി. വനദേവതമാർ പിന്നെയും പറന്നു.
വളഞ്ഞു കിടക്കുന്ന പാടങ്ങളും പഴങ്ങൾ നിറഞ്ഞ മരങ്ങളുമുള്ള നാട്ടിൻപുറങ്ങളിൽ ആളുകൾ വിശപ്പ് കൊണ്ട് മരിക്കുന്നത് അവർ കണ്ടു. സുഖവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതുമാത്രം എങ്ങുമില്ല. ആർക്കും പാപം ചെയ്യണമെന്നില്ല, പക്ഷേ എല്ലാവരും പാപം ചെയ്യുന്നു. പരസ്പരം വേദനിക്കുന്നു, വിങ്ങിപ്പൊട്ടുന്നു. കൊച്ചു വനദേവതയ്ക്ക് കഷ്ടം തോന്നി. ദേവതമാരുടെ രാജ്യത്ത് സ്നേഹവും സന്തോഷമേ ഉള്ളൂ. ഇവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയാലോ? അപ്പോൾ കൊച്ചു വനദേവത പറയാണ്, ഈ മനുഷ്യരെല്ലാം ദേവതമാരുടെ അവിടേക്ക് കൊണ്ടുപോയാലോ? അപ്പം മുതിർന്നവർ എന്താ പറഞ്ഞു നോക്കിയേ, ഇവർ അവിടം കൂടി ചീത്തയാക്കി കളയും. വനദേവതമാർക്ക് തിരിച്ചു പോകുവാനുള്ള സമയമായിരുന്നു. അവർ പറന്ന് ഒരു കുഗ്രാമത്തിൻ്റെ അടുക്കലെത്തി. അവിടെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്, പൂമ്പാറ്റകൾ പാറി നടക്കുന്നുണ്ട്, പക്ഷികൾ പാടുന്നുമുണ്ട്. പൂക്കളുടെ പുഞ്ചിരിയും പൂമ്പാറ്റകളുടെ ഭംഗിയും ഉള്ള കുഞ്ഞുങ്ങളുമുണ്ട്. അവസാനം ഒരു നല്ല കാഴ്ചയെങ്കിലും കണ്ടല്ലോ. ദുഃഖവും മത്സരവും ഒക്കെ ഉണ്ടെങ്കിലും ഭൂമിയിൽ നിന്നും പോകാൻ പിഞ്ച് വനദേവതയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. തന്നോടടുക്കുന്നവരെ ആകർഷിച്ചു നിർത്തുന്നതാണല്ലോ ഭൂമിയുടെ സ്വഭാവം. അവൾ തിരിഞ്ഞു നോക്കി. മൂടൽമഞ്ഞ് നിറഞ്ഞ നേർത്ത നിലാവത്തെ അവൾ ആ കാഴ്ച കണ്ടു. ഒരു കുടിലിൻ്റെ മുറ്റത്ത് ദേവത പോലെയുള്ള ഒരു സാധു സ്ത്രീ ഇരുന്ന് കരയുന്നു. അപ്പം നമ്മുടെ കൊച്ചു വനദേവതയുടെ ലോകത്ത് വേദനകളും രോഗങ്ങളും കഷ്ടപ്പാടും മരണവും ഒന്നുമില്ലല്ലേ? എന്നാൽ മനുഷ്യരുടെ ലോകത്ത് എന്താണ്? പട്ടിണിയും രോഗവും ദാരിദ്ര്യവും ആ സമത്വവും ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഒരിടത്ത് വന്നപ്പോൾ വനദേവത നല്ല പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ട് ഇച്ചിരി സന്തോഷം തോന്നി. എന്നാലും അവസാനം എന്താണ് കണ്ടത്? ഒരു കുടിലിൻ്റെ മുറ്റത്ത് ദേവത പോലൊരു സാധു സ്ത്രീ ഇരുന്ന് കരയുന്നതാണ് കണ്ടത്. ദേവതമാർക്ക് മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് അറിയാൻ കഴിയും. ആ വിധവയ്ക്ക് 8 കുട്ടികളുണ്ടായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. 4 പേർ യുദ്ധത്തിൽ മരിച്ചു. യുദ്ധം ചെയ്യാതിരുന്നതിന് 2 പേരെ അധികാരികൾ വെടിവെച്ചു കൊന്നു. സമാധാനത്തിന് വേണ്ടി പ്രസംഗിച്ചതുകൊണ്ട് ഒരുത്തൻ ജയിലിലാണ്. ശേഷിച്ച ഒരേ ഒരു മകനാണ് പട്ടിണിയും അത്യധ്വാനവും കൊണ്ട് ഏതോ മഹാരോഗം പിടിച്ച് ഇന്നലെ മരിച്ചത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും അവൾ സഹിച്ചിരുന്നു. പക്ഷേ സ്നേഹിക്കാൻ ആരുമില്ലാത്ത, ആശിക്കാനൊന്നുമില്ലാത്ത ഈ ജീവിതം സഹിക്കുവാൻ അവൾക്ക് സാധിച്ചില്ല. സ്നേഹത്തിന് വേണ്ടിയുള്ള ആർത്തി ആ കണ്ണുകളിൽ ജ്വലിച്ചു. സ്നേഹിക്കാൻ ഇല്ലാതെ അമ്മ കരയുന്നു. അപ്പം നോക്കി, ഈ സാധു സ്ത്രീയുടെ മക്കളെല്ലാം മരിച്ചുപോയി അല്ലേ? അപ്പം അവരെ സ്നേഹിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് അവർ വിഷമിച്ച് കരയുകയാണ്. നീല കണ്ണുകളും ചുവന്ന കവിളും വെള്ളിമേഘം പോലെ നേർത്ത മനോഹരമായ പിഞ്ചു ചിറകുകളുമുള്ള ആ കൊച്ചു വനദേവതയ്ക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. അവൾക്ക് ആ ദുഃഖിതയായ അമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുവാൻ തോന്നി. ആ നെറ്റിയിൽ 1000 സ്നേഹചുംബനങ്ങൾ നൽകണമെന്ന് തോന്നി. അവളാകെ സ്നേഹമായിരുന്നു. സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെ സ്നേഹിക്കാതെ അവൾക്ക് വയ്യ. ഓക്കെ, അപ്പം നമ്മുടെ കൊച്ചു വനദേവതയ്ക്ക് ആ അമ്മയെ പോയി കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. പക്ഷേ കൊച്ചു വനദേവത കരഞ്ഞാൽ എന്ത് സംഭവിക്കും? കൊച്ചു വനദേവതയുടെ ചിറകുകൾ നഷ്ടപ്പെടും. കൊച്ചു വനദേവത കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അവൾക്ക് ആ സങ്കടം സഹിക്കാൻ പറ്റിയില്ല അല്ലേ? കൊച്ചു വനദേവത അത് കണ്ട് പൊട്ടിക്കരഞ്ഞു, കണ്ണീരൊലിപ്പിച്ചു കരഞ്ഞു. പെട്ടെന്ന് ചിറകറ്റ് അവൾ താഴെ വീണു. പൊഴിഞ്ഞു വീഴുന്ന ഒരു നക്ഷത്രത്തെ പോലെ കുട്ടികൾക്ക് വേണ്ടി കരയുന്ന ആ പാവപ്പെട്ട അമ്മയുടെ മടിയിൽ ചെന്നു വീണു. വനദേവതമാരുടെ രാജ്യത്തു നിന്നും പിന്നെ ആരും ഭൂമിയിൽ വന്നിട്ടില്ല. എന്നാലും കരയുന്ന അമ്മമാരും വേദനിക്കുന്ന കുട്ടികളും കണ്ണീരിനിടയിലൂടെ ചിലപ്പോൾ പുഞ്ചിരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതോ ഒരു വനദേവത അവരുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറയുകയാവാം, സ്നേഹിക്കൂ, സ്നേഹിക്കൂ. സ്നേഹിക്കുന്നവർക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നീക്കി ഭൂമിയെ സ്വർഗമാക്കാൻ കഴിയും.
വഴക്കുകളും മത്സരങ്ങളും ദുഃഖവും കഷ്ടപ്പാടുമൊക്കെ മാറ്റി ഈ രാജ്യം വനദേവതമാരുടെ രാജ്യം പോലെ ആക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് നീലക്കണ്ണുകളും ചുവന്ന കവിളുകളും മുറിഞ്ഞുപോയ വെള്ളിച്ചിറകുകളുടെ തഴമ്പുമുള്ള ആ കൊച്ചു വനദേവത ഇപ്പോഴും ഓരോ മനുഷ്യൻ്റെ അടുക്കലും ചെല്ലാറുണ്ടത്രേ. അവളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ? കണ്ടാൽ തിരിച്ചറിയുമോ? ഓക്കെ, അപ്പോൾ സമൂഹത്തിൽ കാണുന്ന പ്രശ്നങ്ങളെ ലളിതാംബിക അന്തർജനം വളരെ മനോഹരമായി ഈ കഥയിലൂടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളും നമ്മുടെ ജീവിതത്തിൽ അല്പം സമയമെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നീക്കി വയ്ക്കണം. മാറാ രോഗങ്ങളായിട്ട് ഉഴലുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളവരെ സഹായിക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.